അതായത് ഈ 200 പേർക്കും പൈസ പോയി എന്നുള്ളത് ഓൾമോസ്റ്റ് അവർക്ക് ഉറപ്പായി. ഇനി അവർക്ക് പൈസ കിട്ടാൻ പോണില്ല. എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സ്കാമാണ് ഈ നടന്നു പോയിട്ടുള്ളത്. എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കാർത്തിക് സൂര്യ, ട്രൂ ഗെയിമിംഗ് സ്റ്റുഡിയോ, പേരെടുത്ത് പറയാനായിട്ട് ഈഗിൾ ഗെയിമിംഗ്. ഈഗിൾ പക്ഷേ ഡിഡ് എ റൈറ്റ് തിങ്. ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ വന്ന സമയത്ത് ഈഗിൾ അതിനെ റീപോസ്റ്റ് ചെയ്തു. അത് ഈ വീഡിയോയിൽ വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഐ എം ഗോണ ലൂസ് ലോട്ട്സ് ഓഫ് തിങ്സ്. ബട്ട് ഈ കാണിച്ചത് വേറൊരു സ്കാമാണ്. കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്കാം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഇതിനെപ്പറ്റി ഒരു മീഡിയ സംസാരിച്ചിട്ടില്ല. ഇവിടെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കേസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കേസ് സസ്പെൻഡ് ചെയ്ത് കളയുകയാണ്. അതായത് കയ്യിൽ നിന്ന് പൈസ പോയി പറ്റിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് കേരളത്തിൽ കേസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു മന്ദബുദ്ധികളും വീഡിയോ ഇടില്ല എന്നുള്ളത് എനിക്കറിയാം. എല്ലാവർക്കും എല്ലാം കിട്ടിയപ്പോൾ സെറ്റായി. വന്ന വഴി മറക്കരുതെന്ന് മാത്രമേ ഈ നെക്സ്റ്റിനെ പ്രൊമോട്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് അമൽ ഗോപാലാണ്. അമലിനെ അറിയുമെന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് ടെക് യൂട്യൂബേഴ്സ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ടെക് യൂട്യൂബേഴ്സിൽ എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വൺ ഓഫ് മൈ ടോപ്പ് ഫേവറേറ്റ്സ്. കാരണം വെച്ചാൽ ആൾ എനിക്ക് ഭയങ്കര ജെന്യുവിനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഒച്ച സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ലൈക്ക് 100 മില്യൻ്റെ മേലേറ്റൊക്കെ തോന്നുന്നു 2-3 ചാനൽസ് ഉണ്ട് പുള്ളിക്ക്. സബ്സ്ക്രൈബർ അക്കൗണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, വോട്ട് എവർ. അമൽ ഗോപാൽ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അമലിൻ്റെ ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അതായത് ഇപ്പോൾ അത് ട്രെൻഡിങ് നമ്പർ 12 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്കാമിനെ കുറിച്ച് പറയുന്നതാണ്, ഒരു തട്ടിപ്പ്. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു തട്ടിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താ ടോപ്പിക് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള PC, എസ്പെഷ്യലി ഗെയിമിംഗ് PC ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഇന്ന് കണ്ടിട്ടുള്ള സോ കോൾഡ് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന മേജർ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഗെയിമിംഗ് PC ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് നെക്സ്റ്റ് ജെൻ റിഗ്സ്. അതിൻ്റെ ഓണറുണ്ട് പ്രസീദ് രാജേന്ദ്രൻ. ഇതാണ് ഈ ഓണറുടെ പേര് എന്ന് പറഞ്ഞു. ഓക്കെ, ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു സ്കാം റിലേറ്റഡ് ആയിട്ടാണ് അമൽ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് അമലും പിന്നെ വേറെ എന്തോ 1-2 ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് തോന്നുന്നു ഏതോ ഒരാളായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. ഞാൻ അത്ര ഫോളോ ചെയ്യാത്ത ആളാണ്. അമലിൻ്റെ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷനായി വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇത് കണ്ടു. പിന്നെ മാത്രമല്ല ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ട്. ഓക്കെ, സംഭവം എല്ലാവർക്കും മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പല ഇൻഫ്ലുവൻസേഴ്സും അവർക്ക് കിട്ടുന്ന ഫേവേഴ്സ് അല്ലേ, അല്ല, ആരും ഫ്രീ ഓഫ് കോസ്റ്റ് ആരും ചെയ്തു കൊടുക്കുന്നില്ല. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഡിസ്കൗണ്ട് ആയിരിക്കാം. ചിലപ്പോൾ ചിലരൊന്നും, ഇപ്പോൾ അമലൊക്കെ പറയുന്നത് വെച്ചാൽ അമലൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വോട്ട് എവർ, അത് ഈ ഫേവേഴ്സ് പറ്റിയിട്ട് പല ആൾക്കാരും ഈ പോപ്പുലർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള പല ഷോപ്പുകൾക്കും വേണ്ടിയിട്ട് അവർ വീഡിയോസ് ചെയ്തു കൊടുക്കും. ഓക്കെ, ഇൻ റിട്ടേൺ മേ ബി അവർക്ക് ഡിസ്കൗണ്ട് കിട്ടാം. ഒരുപക്ഷെ ചിലർക്ക് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കാം കിട്ടുന്നത്. അങ്ങനത്തെ പല പ്രൊമോഷൻസും ഇപ്പോൾ നമ്മൾ ഈടായിട്ട് അടുത്തുള്ള ഒരു ഫേസ് ക്രീമിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാണല്ലോ, മറ്റേ ബ്യൂട്ടി വ്ളോഗറുടെ. എന്നിട്ട് വെച്ചാൽ ബേസിക്കലി പൈസ വാങ്ങിച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പ്രൊമോഷൻ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞിട്ടുള്ള സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള മേജർ നെയിംസിൽ ഈഗിൾ ഗെയിമിംഗ്, അതുപോലെ ഈ കാർത്തിക് സൂര്യ, അതുപോലെയുള്ള മറ്റ് ഗെയിമേഴ്സ്. ഓക്കെ, ഇവർക്കൊക്കെ കാർത്തിക് സൂര്യ ഞാൻ പോപ്പുലർ നെയിം ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു, ഇവനെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഗെയിമിംഗ് PCs അല്ലെങ്കിൽ ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള PCസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കമ്പനിയാണ് ഈ നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രിവാൻഡ്രം ബേസ് ചെയ്ത കമ്പനി. ഓക്കെ, ഈ കമ്പനി പ്രൊമോഷൻസ് ചെയ്ത് കൊടുത്തു. ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് അവരുടെ പെട്ടെന്നൊരു പ്രൊമോഷൻ, ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ വരികയാണ്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു PC വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ PC ഫ്രീ. അതായത് ഭയങ്കര ഓഫറായി തോന്നി. 2 ലക്ഷം രൂപയുടെ PC വാങ്ങിയാൽ 2 ലക്ഷം രൂപയുടെ PC ഫ്രീ. അങ്ങനെ 3 ലക്ഷം വാങ്ങിച്ചാൽ 3 ലക്ഷം ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള അവരൊരു ഓഫർ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഓഫർ സ്റ്റോറി ആക്കിയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ അമലും സ്റ്റോറി ആക്കി എന്ന് പറയുന്നുണ്ട്, പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കാർത്തിക് സൂര്യ, അങ്ങനത്തെ പല ആൾക്കാരും ഈ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം
കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ഈ സോ കോൾഡ് പോപ്പുലറായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ ഈ ഒരു പി സിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊടുത്തു, അവർ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ചു. പക്ഷേ ഇവരുടെ സ്കാമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് 200 ആൾക്കാരാണ്. അതാണിപ്പോൾ അവരുടെ ഈ ഇതിൽ അകപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഏകദേശം നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 200 പീപ്പിൾ ആർ ദെയർ. ഓക്കെ, 200 പേരുണ്ട്. അപ്പോൾ 200 പേര് എന്ന സമയത്ത് ഏറ്റവും ബെയർ മിനിമം ഒരു 2.5 കോടി രൂപയെങ്കിലും വരുന്ന ഒരു വലിയൊരു സ്കാമാണ് നടന്നിരിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ അസ്റ്റോണിഷിങ് ഫാക്ടറിനാൽ ഇതിൽ മലയാളീസ് മാത്രമല്ല, മലയാളം സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരടക്കം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഗൂഗിളിൽ സ്കാം സെർച്ച് ചെയ്ത് കമ്പനി സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത്, നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്ന കമ്പനി സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് റെഡിറ്റിലും അതുപോലുള്ള പോപ്പുലർ കംപ്ലൈനിങ് ഫോറംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഒരുപാട് പേര് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്ത് കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ട സമയത്താണ് എനിക്കെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. കാരണം വെച്ചാൽ January 2, 2023 ഒരു പേര് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്നും സ്പെഷ്യലി അമൽ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അന്ന് ഫേവർ പറ്റിയിട്ടുള്ള സോ കോൾഡ് ഇപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള പേരിൽ പറഞ്ഞിട്ടുള്ള അതിനെക്കുറിച്ച് ഫേവേഴ്സ് പറ്റിയിട്ടുള്ള ഒരു യൂട്യൂബേഴ്സും ഇത് തിരുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക അറ്റ്ലീസ്റ്റ് കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമലിൻ്റെ കൂടെ വേറെ എന്തോ 1-2 ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഈഗിൾ ഗെയിമിംഗ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. അല്ലാതെ ഇത് തിരുത്താൻ ഒരു ഇൻഫ്ലുവൻസേഴ്സും ഇവിടെ റെഡി ആയിട്ടില്ല. കാരണം വെച്ചാൽ അവരുടെ അടുത്ത് ഫേവേഴ്സ് പറ്റിക്കഴിഞ്ഞു. ഇതാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ പല ഫേവേഴ്സ് പറ്റിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നീട് അത് പ്രശ്നമാണെന്ന് പറയുമ്പോൾ ബ്യൂട്ടി ക്രീമിൻ്റെ കേസൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഇതുപോലെ സംഗതികൾ വരുന്ന സമയത്ത് പിന്നെ അവരൊക്കെ മിണ്ടാതിരിക്കും. അവരൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ പോക്കറ്റിൽ വാങ്ങി എന്താ പറയുക, ലിറ്ററലി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക എന്ന് പറയാം. നമ്മളെ വിശ്വസിച്ച് നമ്മളെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ പല സ്കാംസിൻ്റെ പേരിലും അവരെ പറ്റിക്കാൻ ഒരു കമ്പനി നോക്കുന്ന സമയത്ത് ആ കമ്പനിയെ കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ്. അറ്റ്ലീസ്റ്റ് അമലിനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇത് ഒന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തുള്ളവരെ അറിഞ്ഞു. പക്ഷേ ഇതെന്താ വെച്ചാൽ ഇത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ നീണ്ടുപോകാന്നല്ലാതെ അവർക്കൊന്നും കാശ് കിട്ടുന്നൊരു സിറ്റുവേഷൻ ഇല്ല. ഇനി അമലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം എനിക്ക് പറയുന്നത് വെച്ചാൽ ഞാൻ അമലിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയില്ല, എൻ്റെ ചാനൽ പണ്ട് കണ്ടവർക്കറിയാം. ഈ അമൽ റോബിൻ്റെ ഒരു വിഷയം പണ്ട് നമ്മൾ റോബിൻ്റെ അന്തമായി നടന്നിരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് റോബിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് കാർത്തിക് സൂര്യയുടെ ഇഷ്യൂ വന്ന സമയത്താവുന്ന അമൽ റോബിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളതിന് ഞാൻ പറയാം അന്ന് അന്ധമായിരിക്കുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അമലിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. പക്ഷേ ആ ഒരു വിഷയത്തിലായിരുന്നു. അതർവൈസ് അമൽ ഹസ് ബീൻ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. കാരണം എന്താ വെച്ചാൽ ആൾ കുറച്ച് ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു ഐ ഫീൽ ഈസ് ജെനുവിൻ. അതുകൊണ്ടാണ് ആൾ ഈ ഒരു കാര്യം തുറന്നു പറയാനും റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അമലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് നാൾ എനിക്ക് ഇങ്ങനെയുള്ള പർച്ചേസിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ കാണുന്നത് കാർത്തിക് സൂര്യ ഗിവ് അവേ ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്ത് തന്നെ പോകണം. എനിക്ക് ആരുടെയും പേര് മെൻഷൻ ചെയ്യാനായിട്ട് ഒരു പേടിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ വീഡിയോ ഇട്ടത് ഇത്രയും ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ എത്തിയിട്ടുള്ളത് ഒരാളെയും താങ്ങിയിട്ടൊന്നുമല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുണ്ടായിട്ടും അതിനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടായിട്ടും തന്നെയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ഒരു യൂട്യൂബറിൻ്റെയും പേര് ഞാൻ മറച്ചു വയ്ക്കില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാൻ പോകണം ഈ വീഡിയോയ്ക്കകത്ത്. ഐ ഹാഡ് ഇനഫ്. ബിക്കോസ് 200 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഓരോ ആൾക്കാർക്കും ലക്ഷങ്ങൾ വീതം ഈ നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കൊടുക്കാനുണ്ട്. അറൗണ്ട് 2.5 കോടി രൂപ, 2 കോടി ഓൾമോസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റേഴ്സ്, നമ്മുടെ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞത് കേട്ട് നെക്സ്റ്റ് ജെൻ റിഗ്സിനെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് പൈസ കൊടുത്ത് സ്കാമിലകപ്പെട്ടിട്ടുള്ളത്. ഇതൊരു വലിയ സ്കാം തന്നെയാണ്. ഇവർ ഈ സ്കാമിൽ അകപ്പെട്ട ആൾക്കാർ പല സ്ഥലത്തും പോയി കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് യാതൊരുവിധ റെസ്പോൺസും ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അമലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തോ വളരെ, പുള്ളിക്ക് നമ്മളെ സപ്പോർട്ട് വേണോ വേണ്ടെന്നുള്ളതല്ല, അത്യാവശ്യം സബ്സ്ക്രൈബർ ഫോളോയിങ്ങൊക്കെ ഉള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. പക്ഷേ ഒരാൾ ജെന്യൂനായിട്ട് വന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എത്ര ചെറിയ ക്രിയേറ്റർ ആണെങ്കിൽ കൂടി ആളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അമലിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതുപോലെ സ്കാംസ് ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലത്തെ പ്രൊമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ചാടി കയറി കാശും വാങ്ങി എല്ലാവരുടെ അടുത്തും പൈസയും ചെയ്തിട്ട് പ്രൊമോഷൻ. ഇപ്പോൾ എടുത്തു പറയേണ്ട പേരാണ് സഞ്ജു ടെക്ക്. ഇപ്പോഴും സഞ്ജു പല സിറ്റുവേഷനിലും ഗെയിമിംഗ് ആപ്പുകളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
അത് അത്രയും വലിയ ഡേഞ്ചറസ് ആയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു ഗെയിമിങ് ഇപ്പോൾ വിജയ് യേശുദാസിൻ്റെയും ലാലിൻ്റെയും ഇതൊക്കെ സിറ്റുവേഷൻ ഉണ്ടായതാണ്. ഒരുപാട് ആത്മഹത്യകളൊക്കെ ഉണ്ടായിട്ട്. പക്ഷേ ഇപ്പോഴും കാണുന്നതാണ്, സഞ്ജുവിനെ മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് സഞ്ജുവിനെ പേര് ഓർമ്മ വന്ന്, അതുപോലെ എത്രയോ യൂട്യൂബേഴ്സ് ഇപ്പോഴും സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അവരിപ്പോഴും അവരുടെ ഈ ഒരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം സംഗതികളൊക്കെ പിന്നെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഞാൻ നെക്സൺ ഡ്രിങ്ക്സിനെ കാണുന്നത് വൈപ്പർ ഇ സ്പോർട്സിൻ്റെ PC ലോഞ്ച്. അതായത് വൈപ്പർ എന്ന് പറയുന്നത് കണ്ണൻ ബ്രോ പുള്ളിക്കാരൻ്റെ ഒരു PC ലോഞ്ച്, അതുപോലെ തന്നെ ഈഗിളിൻ്റെ PC ലോഞ്ച്, പിന്നീട് കാർത്തിക് സൂര്യയുടെ PC ലോഞ്ച്, അങ്ങനെയുള്ള കുറേ ഗെയിമേഴ്സിൻ്റെ, നമ്മളിപ്പോൾ പറയുന്ന ഡ്രീമറിൻ്റെ PC ലോഞ്ച്, അങ്ങനെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള ഒരുപാട് ഗെയിമേഴ്സിൻ്റെ PC ലോഞ്ച് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കത്തിക്കയറാണ് നെക്സൺ ഡ്രിങ്ക്സ്. എനിക്ക് PC തന്നു. എൻ്റെ PC തന്നതിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഒരു പ്രശ്നമുള്ള കമ്പ്യൂട്ടർ അല്ല എനിക്ക് തന്നത്. ആൻഡ് വൈപ്പർ പ്രോയ്ക്ക് PC കൊടുത്തു. ആ സമയത്തും വൈപ്പർ പ്രോയ്ക്കും ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റ് ഉള്ള PC അല്ല കൊടുത്തത്. ഈഗിളിന് കൊടുത്ത PCയും കംപ്ലൈൻ്റ് ഉള്ളതല്ല. ട്രൂ ഗെയിമിംഗ് സ്റ്റുഡിയോയ്ക്ക് കൊടുത്ത PCയും കംപ്ലൈൻ്റ് ഉള്ളതല്ല. അതുപോലെ തന്നെ ട്രൂ ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ സ്റ്റുഡിയോ ചെയ്തു കൊടുത്തത് പുള്ളിക്കാരനാണ്, നെക്സൺ ഡ്രിങ്ക്സ് ആണ്. അതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. പിന്നെ ഡ്രീമറിന് കൊടുത്ത കമ്പ്യൂട്ടറിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നമില്ലാത്ത ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡീൽ, നമ്മൾ ഈ പറയുന്ന ക്രിയേറ്റേഴ്സിനെല്ലാം നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഈഗിളാവട്ടെ, നമ്മുടെ ഡ്രീമർ ആവട്ടെ, വൈപ്പർ ആവട്ടെ, ആരും ആവട്ടെ, 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നത് ഇവിടെ ഒന്നുമല്ല. ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി വരുന്നു, അതായത് 1 ലക്ഷം രൂപയ്ക്കുള്ള ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്കുള്ള വേറൊരു കമ്പ്യൂട്ടർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പുതിയ ഓഫറായിട്ട് വരികയാണ്. യെസ്, ഐ ഡു അക്സെപ്റ്റ് ദ ഫാക്ട്. ഞാൻ 1 2 തവണയോ ആ പോസ്റ്റർ റീഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ ചെയ്ത തെറ്റല്ല എന്നൊന്നും പറയാനില്ല, ഐ ഡിഡ്. അതിനുശേഷം ഇതേപോലെ ഒരുപാട് ഓഫറുകൾ വരാൻ തുടങ്ങി. 2 ലക്ഷം രൂപയുടെ ഒരു PC എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ വേറൊരു PC ഫ്രീ, 3 ലക്ഷം രൂപയുടെ PC എടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ വേറൊരു PC ഫ്രീ. ഇങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് ഇന്നേ വരെ കമ്പ്യൂട്ടർ രംഗത്ത് ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഓഫർ ഇട്ട് നമ്മുടെ നെക്സൺ ഡ്രിങ്ക്സ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒബ്വിയസ്ലി ആളുകൾക്കെല്ലാം ഒരുപാട് ഫാൻ ബേസ് നമ്മുടെ ഈ ക്രിയേറ്റേഴ്സ് വഴിയും, കാർത്തിക് സൂര്യ ഒരു ഗിവ് അവേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗിവ് അവേയുടെ വീഡിയോ മുക്കി, ആ ഒരു ഗിവ് അവേയുടെ പോസ്റ്റ് മുക്കി, അതൊന്നും ഇവിടെ ഇപ്പോൾ കാണുന്ന പോലുമില്ല. ലിറ്ററലി എല്ലാവരും പറഞ്ഞതനുസരിച്ച്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ച് നെക്സൺ ഡ്രിങ്ക്സിൽ എല്ലാവരും പോയി ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാവരും പോയി ഈ ഓഫർ, നമുക്കൊക്കെ നമ്മൾ എന്താണ് 1 ലക്ഷം രൂപയുടെ PC വേണമെന്ന് പറഞ്ഞു, 1 ലക്ഷം രൂപയുടെ PC തന്നു, ക്ലീൻ. ഈ കംപ്ലീറ്റ് വീഡിയോ അമലിൻ്റെ ചാനലിലുണ്ട് കേട്ടോ, അപ്പോൾ അതെല്ലാവരും പോയി കാണുക. ഇതെന്താ പറയുക, ഇത് ഗെയിമിംഗ് എന്താ പറയുക ടോപ്പിക്സ് നോക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു കാര്യം, ഈ ഒരു ടോപ്പിക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. പക്ഷെ എന്നാലും ജനറലി ഞാൻ ഈ വീഡിയോ ചെയ്യും, ഗെയിമിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല, ജനറലി എന്ത് സംഭവിക്കുന്നത്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് വലുതായി കഴിയുന്ന സമയത്ത് അവർക്ക് ഒബ്വിയസ്ലി പ്രൊമോഷൻസ് വരും. അവർക്ക് ഇതുപോലുള്ള പല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റ് ഷെയർ ചെയ്യാനും പരിപാടിയും കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പോൾ അടുത്ത് ഫേസ് ക്രീമിൻ്റെ കാര്യം കണ്ടതാണ്. പിന്നെ അതിലുള്ള ആൾക്കാരൊക്കെ വളരെ സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്ത് പോയി. എന്നാൽ അവസാനം ഇതൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം. ചെയ്തവർക്കോ കാശ് വാങ്ങിയവർക്കോ അത് ഉണ്ടാക്കിയവർക്കോ ഒന്നും പ്രശ്നമല്ല. അവസാനം ഇതൊക്കെ പറഞ്ഞവർക്ക് നേരെയും ഭീഷണിയും പരിപാടിയും കാര്യങ്ങളാണ് വന്നത്. അതാണ് ആക്ച്വലി ഉണ്ടായത്. അത് ഞാൻ പറഞ്ഞിട്ട് വെച്ചാൽ ഇതുപോലുള്ള യാതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ വളർത്തുന്നത്. നമ്മളെ ഇതിന് വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോസ് വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കും ഗ്രോത്ത് ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ വളർത്തുന്ന ആരാണോ നമുക്ക് പാല് തരുന്നത് അതേ കൈക്കന്നെ കൊത്തുക എന്നുള്ള സിറ്റുവേഷനാണ് ഇതുപോലെ. ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ സിറ്റുവേഷനൊക്കെ വളരെ എടുത്തിട്ട് അമൽ പറയുന്നുണ്ട്. അമൽ വേറെയും പറയുന്നുണ്ട്, ഇതുകൊണ്ട് അമലിന് ഫേസ് ചെയ്യാവുന്ന കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമൽ. ഓക്കെ, അപ്പോൾ 2017 തൊട്ട് അമലുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പറയുന്ന സമയത്ത് ഇത് നിസ്സാര കാര്യമാക്കി തള്ളിക്കളയാൻ പറ്റില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്, നമ്മളെ വ്യൂവേഴ്സിനോട് കുറച്ചൊക്കെ ഒരു ലോയാലിറ്റി കാണിക്കുക, കുറച്ചെങ്കിലും അവരുടെ പൈസയ്ക്ക് വില ഉണ്ട് എന്ന് കാണിക്കുക. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഇത് കാണുന്ന സമയത്ത് അവരുടെ സമയത്തിനും വില ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് ഡെലിവർ ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ ഡെലിവർ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ പോപ്പുലറായി കഴിയുന്ന സമയത്ത്, പൈസയൊക്കെ വരുന്ന സമയത്ത്, ഇതുപോലെ പ്രൊമോഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഫുൾ പ്രൂഫായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്താ സംഗതി ചെയ്തു, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ യു ഹാവ് ദി റെസ്പോൺസിബിലിറ്റി ടു ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ആ ഒരു സംഗതി വന്ന് തുറന്ന് പറഞ്ഞ് അവർക്ക് അതിൽ പറ്റുമെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ട് ഈ ഒരു സംഗതി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആരും ആരുടെ
ആരുടെയും പോക്കറ്റിലുള്ള പൈസ ഇതുപോലെ പറ്റിച്ച് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നൊരു സംഗതി ഉറപ്പ് വരുത്തേണ്ടത് ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും റെസ്പോൺസിബിലിറ്റിയാണ്. അതിന്ന് ഇവിടെ പലരും പാലിക്കുന്നില്ല. പാലിക്കാണ്ടാത്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവൻ്റെ അതിൽ കാശ് മുടക്കിയവൻ്റെ പൈസ പോയി, ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്കെതിരെ വല്ല പ്രശ്നങ്ങളും വരുന്നല്ലാതെ വേറെ യാതൊരു സംഗതിയും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ പോലെ ചെയ്യണമെന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ക്ലിപ്സൊക്കെ അമലിൽ എടുത്തിരുന്നു. പിന്നെ ഞാനത് ചെയ്യാതെന്ന് വെച്ചാൽ അമലിൻ്റെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതുപോലുള്ള സ്കാംസും കാര്യങ്ങളിലൊന്നും പോയി വീഴരുതെന്ന് പറഞ്ഞാൽ നടക്കാറില്ല. കാരണം ഇതുപോലുള്ള ഈ ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറയട്ടെ, നമ്മളിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല കോസിന് ആയതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. നല്ല കോസിന് ആവുമ്പോഴേ നല്ലതേ ഉള്ളൂ. ഇതിലൊക്കെ വേറെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അത്യാവശ്യം വലിയൊരു കമ്മ്യൂണിറ്റീനെ കേരളത്തിലൊരു ലാംഗ്വേജ് വൈസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 4-5 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്കാമേഴ്സിന്, ഇതുപോലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ വളർത്താനും ഇതുപോലെ കൊണ്ടുനടക്കാനും ഒക്കെ പറ്റും അല്ലേ. 2.5 കോടി രൂപയുടെ സ്കാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ഇൻവെസ്റ്റ് ചെയ്ത പല ആൾക്കാരും ഇപ്പോൾ ഇതിലെ ഗ്രൂപ്പിലും അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള മെസ്സേജസൊക്കെ കാണാം. അവരുടെ വീടിൻ്റെ അടിയിൽ വന്നിട്ടുള്ള മെസ്സേജസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലിറ്ററലി ആൾക്കാർക്ക് ദൂസ് ആർ ഓൾ ജെന്യൂൻ മെസ്സേജസ്. അവരൊക്കെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്തിനു വെച്ച പൈസയായിരുന്നു, ഇതിനു വേണ്ടി വെച്ച പൈസ. കാരണം ഒരുപാട് ആംബിഷൻസിലാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുക അല്ലേ. ഒരുപാട് എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കാനും വേണ്ടിയിട്ടും അതായത് കയ്യിലെടുത്ത കാശ് വെച്ചിട്ട് കളിക്കൽ. ഇതൊക്കെ അവർ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഗെയിമിംഗ് ആണെങ്കിലും കൂടി അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ പറ്റിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തിച്ചതിന് ശേഷം ലെറ്റ് ദം ബി ഫോഴ്സ് ടു പേ ദ മണി ബാക്ക്. അവർ മാക്സിമം അവരെ എക്സ്പോസ് ചെയ്തിട്ട് ഈ ഇതിൻ്റെ നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്നുള്ള കമ്പനിയുടെ ഓണേഴ്സിനെ എക്സ്പോസ് ചെയ്തിട്ട് മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുള്ള പരിപാടി നോക്കുക. ഇത്ര തന്നെയുള്ളൂ. നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.